ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും Tbsp പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി പഴം പായസമാണ്. ഇപ്പോൾ പഴം പായസത്തിനുള്ള ഇൻഗ്രീഡിയൻസ് വേഗം തന്നെ നോക്കാം. നന്നായി പഴുത്ത 2 വലിയ നേന്ത്രപ്പഴം, 1/2 കപ്പ് ശർക്കര പാനി, 4 അച്ച് ശർക്കര 1/2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് അരിച്ച് വെച്ചിട്ടുള്ളതാണിത്. 250 ml കപ്പിൽ 2 കപ്പ് നാളികേരം, പിന്നെ നെയ്യ്, 6 കാഷ്യൂനട്ട്, 2 ടീസ്പൂൺ ഉണക്കമുന്തിരി, 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ റോസ്റ്റ് ചെയ്ത് വെച്ച മട്ടവിലും 1.5 ടീസ്പൂൺ ജീരകവും ഏലക്കയും പൊടിച്ചതും ആവശ്യത്തിന് ഉപ്പും എടുത്തു വെച്ചിട്ടുണ്ട്. അവൽ ചേർത്ത് കൊടുക്കുന്നത് തികച്ചും ഓപ്ഷണലാണ്. പക്ഷെ അവൽ ചേർത്ത് കൊടുക്കുമ്പോൾ എനിക്ക് പായസത്തിന്റെ ടെക്സ്ചറും ടേസ്റ്റും കുറച്ചുകൂടി ബെറ്റർ ആയി തോന്നി. അതുകൊണ്ട് ഞാൻ സാധാരണ അവലും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. അവൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വറുത്ത മട്ടവൽ തന്നെ യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, എന്നാലേ അതിന്റെ റിയൽ ടേസ്റ്റ് കിട്ടുള്ളൂ. ആദ്യം ഞാൻ പഴം തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി 1/4 ഗ്ലാസ് വെള്ളം മാത്രം ചേർത്ത് കുക്കറിൽ 3 വിസിൽ വരുത്തി വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി വേവിച്ചെടുത്ത പഴം മിക്സിയിൽ നന്നായി അരച്ചെടുത്ത് മാറ്റിയെടുത്തു വെക്കാം. ഇനി നാളികേരപ്പാലും റെഡിയാക്കി എടുക്കണം. അതിനായി മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് നല്ല ഫൈനായി അരച്ചെടുക്കണം. ഇങ്ങനെ അരച്ചെടുത്ത നാളികേരം വീണ്ടും 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് 2 വട്ടം പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ആദ്യ പാലും രണ്ടാം പാലും കൂടി 250 ml കപ്പിൽ 3 കപ്പ് പാലിങ്ങനെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉരുളി ഉണ്ടെങ്കിൽ അതായാലും യൂസ് ചെയ്യാം. ഇനി പാനിലേക്ക് 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത ശേഷം നെയ്യ് ചൂടായി ഉരുകി വന്നാൽ ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂസ് ഇട്ട് കൊടുത്ത് ബ്രൗൺ നിറമാകുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കണം. കാഷ്യൂസിന്റെ കളർ ഇതുപോലെ ചേഞ്ച് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം. സ്റ്റവ് മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മുന്തിരിയൊക്കെ കരിഞ്ഞു പോകും. മുന്തിരി ഇതുപോലെ വീർത്തു വന്നു തുടങ്ങിയാൽ വേഗം നമുക്കിത് കോരി മാറ്റി വെക്കാം. ഇതിലേക്ക് ഇനി അരിഞ്ഞു വെച്ച നാളികേരക്കൊത്ത് ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. നാളികേരക്കൊത്തും ഇതുപോലെ മൂത്ത് ബ്രൗൺ നിറമായാൽ ഇതും നമുക്ക് കോരി മാറ്റി വെക്കാം. അടുത്തതായി ഈ നെയ്യിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ വേവിച്ച് അരച്ചു വെച്ച പഴമാണ്. പഴം ചേർത്ത ശേഷം ഒരു 5 മിനിറ്റ് നന്നായി നെയ്യിലിട്ട് വഴറ്റി കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പായസത്തിന് ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 3 കപ്പ് നാളികേരപ്പാൽ ചേർത്ത് നല്ല പോലെ ഇളക്കി പഴമൊക്കെ പാലുമായി നന്നായി യോജിപ്പിച്ചെടുക്കണം. ഇനി പാലൊക്കെ ഇതുപോലെ നന്നായി തിളച്ചു വന്നാൽ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി പകുതി ഒഴിച്ചു കൊടുത്ത് നന്നായി യോജിപ്പിച്ചെടുക്കണം. അടുത്തതായി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1.5 ടീസ്പൂൺ ജീരകവും ഏലക്കയും കൂടി പൊടിച്ചതാണ്. ഇതോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ മാത്രം ചുക്കുപൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ പായസത്തിന് ഒരു പ്രത്യേക മണവും രുചിയും നൽകും. ഇത് ഓപ്ഷനിലാണ്. ചുക്കിന്റെ മണം ഇഷ്ടമില്ലാത്തവർക്കും കയ്യിൽ ചുക്കുപൊടി അവൈലബിൾ അല്ലാത്തവർക്കും ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ചേർത്ത് കൊടുത്ത എല്ലാ പൊടികളും നന്നായി നമ്മുടെ പായസത്തിലേക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മധുരം നോക്കിയപ്പോൾ പാകമാവാത്തത് കൊണ്ട് ബാക്കിയുള്ള ശർക്കരപ്പാനി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തം 1/2 കപ്പ് നല്ല കട്ടിയുള്ള ശർക്കരപ്പാനിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ചേർത്ത് കൊടുക്കുന്ന ശർക്കരപ്പാനിയുടെ അളവ് ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതോടൊപ്പം പായസത്തിന്റെ കൺസിസ്റ്റൻസി ഒന്ന് സെറ്റ് ചെയ്യാനായി ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം പായസം നന്നായി തിളച്ചു കഴിഞ്ഞാൽ എടുത്തു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ അതായത് 3 ടീസ്പൂൺ വറുത്ത അവിൽ കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് തിളച്ച ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. അവിൽ ചേർക്കുകയാണെങ്കിൽ ഇതുപോലെ അവസാനം മാത്രം ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, എന്നാലേ അവിൽ പായസത്തിൽ വല്ലാതെ ഉടഞ്ഞു പോകാതെ പായസം കഴിക്കുന്ന സമയത്ത് നമുക്ക് ഈ അവിൽ ഒന്ന് കടിക്കാനായി കിട്ടൂ. ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇനി അവസാനമായി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ആദ്യം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസും ഉണക്കമുന്തിരിയും നാളികേരത്തിന്റെ കൊത്തുമാണ്. ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി പഴം പായസം ഇവിടെ റെഡി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പായസത്തിന്റെ മധുരവും പായസത്തിന്റെ കൺസിസ്റ്റൻസിയും ഒക്കെ ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ അടിപൊളി പായസം തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും സജഷൻസും കമൻറ്റായി അറിയിക്കാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പഴവും അവിലും എല്ലാം ചേർക്കുന്ന കാരണം ഈ പായസം ഒരു ഹെൽത്തി പായസം കൂടിയാണ്. അപ്പോൾ സദ്യയൊന്നും ഇല്ലെങ്കിലും നമുക്ക് വീട്ടിൽ സാധാരണ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഹെൽത്തി പായസമാണിത്. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.